ചാപ്റ്റർ 2 ഇലക്ട്രോകെമിസ്ട്രി. ഇലക്ട്രോകെമിസ്ട്രിയിൽ നമ്മൾ ആദ്യം പറയുന്നത് ഗാൽവാനിക് സെൽ അഥവാ ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ പറ്റിയാണ്. ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത. അതിന്റെ എക്സാമ്പിൾ ആണ് ഡാനിയൽ സെൽ. ഇനി ഡാനിയൽ സെല്ലിന്റെ പ്രത്യേകത നോക്കാം. ഇതിൽ ആനോഡായിട്ട് ഉപയോഗിക്കുന്നത് സിങ്കും കാഥോഡായിട്ട് ഉപയോഗിക്കുന്നത് കോപ്പറും ആണ്. ഇത് തെറ്റി പോകാതിരിക്കാൻ സി വെച്ച് തുടങ്ങുന്നത് കോപ്പർ Cu. ഇനി ഇതിലെ ആനോഡിന്റെ റിയാക്ഷൻ നോക്കാം. അത് Zn gives Zn2 plus 2 ഇലക്ട്രോൺ നെഗറ്റീവ്. കാഥോഡിന്റെ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ Cu2 plus 2 ഇലക്ട്രോൺ നെഗറ്റീവ് gives Cu. ഓക്കെ, ആനോഡ് എന്ന് പറയുമ്പോൾ ആദ്യം ഇത് എഴുതിയിട്ട് വേണം ഇക്വേഷൻ എഴുതാൻ. കാഥോഡ് എന്ന് പറയുമ്പോൾ ആദ്യം ഇക്വേഷൻ എഴുതിയിട്ട് വേണം കാഥോഡ് എന്താണെന്ന് എഴുതാൻ. ഓക്കെ, പിന്നെ സെൽ റെപ്രസെന്റേഷൻ നോക്കാം. സെൽ റെപ്രസെന്റേഷനിൽ ആദ്യം ആനോഡായ സിങ്ക് എഴുതണം. Zn2 പ്ലസ് പിന്നെ 2 വരിക. ഇത് സാൽട്ട് ഇതിനാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ Cu2 plus Cu. ഓക്കെ, ഇനിയാണ് സെൽ റെപ്രസെന്റേഷൻ എഴുതുന്നത്. ഇനി സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അഥവാ SHE. ഓക്കെ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് പറഞ്ഞു കഴിഞ്ഞാൽ it is used to measure standard electrode potential of an electrode. It is used to measure standard electrode potential of an electrode. ഇനി ഈ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഷീ എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതിന്റെ തന്നെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 0 ആണ്. ഓക്കെ, അത് പഠിച്ചു. പിന്നെ ഇറ്റ് ക്യാൻ ആക്ട് ആസ് ബോത്ത് ആനോഡ് ആൻഡ് കാഥോഡ്. ഇതിന് രണ്ടുമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ആനോഡിന്റെ റിയാക്ഷൻ നോക്കാം. ആനോഡിന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ H ആണല്ലോ ഉപയോഗിക്കുന്നത്, അതായത് ഹൈഡ്രജൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹാഫ് H2 gives H പ്ലസ് ഇലക്ട്രോൺ നെഗറ്റീവ്. ഓക്കെ, ആനോഡ് വരുമ്പോൾ നമ്മൾ ആദ്യം റിസൾട്ടന്റ് എഴുതണം, അത് കഴിഞ്ഞിട്ട് വേണം അതിന്റെ ഇക്വേഷൻ എഴുതാൻ. ഇനി ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് കാഥോഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ റിയാക്ഷൻ H പ്ലസ് ഇലക്ട്രോൺ നെഗറ്റീവ് gives ഹാഫ് H2. ഓക്കെ, ഇനി ഇതിന്റെ ഓവറോൾ സെൽ റെപ്രസെന്റേഷൻ നോക്കാം. കാഥോഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും PT H2 H പ്ലസ്. പിടിയുടെ താഴെ നമ്മൾ സോളിഡ് ആണ് എഴുതണം, അതിന് S ഇടാം. H2 എന്ന് പറയുന്നത് ഗ്യാസ് ആണ്, അപ്പോൾ അതിന്റെ താഴെ G എന്ന് എഴുതാം. പിന്നെ ഈ H പ്ലസ് എന്ന് പറയുന്നത് അക്വസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ആനോഡിന്റെ റിയാക്ഷൻ നോക്കാം. ആനോഡിൽ H പ്ലസ് പിന്നെ H2 പിന്നെ PT. ഓക്കെ, PT എന്ന് പറയുന്നത് സോളിഡ് ആണ്, പിന്നെ H2 ഗ്യാസ് ആണ്, പക്ഷേ H പ്ലസ് എന്ന് പറയുന്നത് അക്വസ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ സെൽ റെപ്രസെന്റേഷൻ. പിന്നെ ഇതിലൊരു ഡയഗ്രാം വരുന്നുണ്ട്, അത് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അത് ഞാൻ വരുന്നത് ചെയ്യാം. ഒരു ജാറിൽ പ്ലാറ്റിനം ഡിപ്പ് ചെയ്തിട്ട് അതിന്റെ താഴെ പ്ലാറ്റിനത്തിന്റെ കോട്ടിങ്ങും അതുപോലെ അതിൽ നിന്ന് ഹൈഡ്രജൻ ബബിൾസ് പുറത്ത് പോകുന്ന ഡയഗ്രാം ടെസ്റ്റ് ഉണ്ട്, അതിനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്യാൻ യു സ്റ്റോർ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇൻ സിങ്ക് പോട്ട്? കോപ്പർ സൾഫേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോപ്പറും സിങ്കും റിയാക്ട് ആയിട്ട് പോകും, അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒരുമിച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതായത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ സിങ്ക് പോട്ടിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉത്തരം നോ. സിങ്ക് ഡിസ്പ്ലേസസ് Cu ions to CuSO4 സൊല്യൂഷൻ. ഇനി നമുക്ക് നേഴ്സിഫിക്കേഷൻ എന്താണെന്ന് പഠിക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059 ഡിവൈഡഡ് ബൈ 2 log. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് എന്താണോ അതിലുള്ള ആനോഡും കാഥോഡും ആണ് എഴുതാൻ. ഞാൻ ഇപ്പോൾ ഡാനിയൽ സെല്ലിന്റെ എഴുതുന്നത്. അപ്പോൾ Zn2 പ്ലസ് ബൈ Cu2 പ്ലസ്. ഓക്കെ, ഇത് നേഴ്സിഫിക്കേഷൻ ഫോർ സെൽ പൊട്ടൻഷ്യൽ ഓഫ് ഡാനിയൽ സെല്ലിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി മോളാർ കണ്ടക്ടിവിറ്റി. ഇത് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കാണാറുണ്ട്, അതുകൊണ്ട് ആദ്യം എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പഠിക്കണം. ദ കണ്ടക്ടൻസ് ഓഫ് ദ സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 mole ഓഫ് ഡിസോൾവ്ഡ് ഇലക്ട്രോലൈറ്റ്. ഇതിനാണ് നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. ഇനി മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഒരു ഡയഗ്രാം നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ ഏതാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഏതാണ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഈ സ്ട്രൈറ്റ് ലൈൻ ആണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഓക്കെ, ഇതാണ് വീക്ക് ഇലക്ട്രോലൈറ്റ്. ഇവിടെ ലാംഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഈ വടിപോലത്തെ ഭാഗം കൂട്ടിമുട്ടുണ്ട്, ഗ്രാഫായിട്ട് കൂട്ടിമുട്ടുന്ന ഭാഗമാണ് ലാംഡ 0m. ഇതിനെയാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. ഇതിന്റെ എക്സ്പ്ലനേഷൻ താഴെ പറയുന്നുണ്ട്. ഇനി സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൽ ഇന്റർ അയോണിക് അട്രാക്ഷൻ ഡിക്രീസ് ചെയ്യുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൽ മോളാർ കണ്ടക്ടിവിറ്റി കൂടാൻ കാരണം ഇന്റർ അയോണിക് അട്രാക്ഷൻ ഡിക്രീസ് ചെയ്യുന്നു എന്നതാണ്. ഇനി വീക്ക് ഇലക്ട്രോലൈറ്റ്സിൽ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അതിന് കാരണം എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആ റീസൺസ് പഠിക്കണം. ഇനി ഡിബൈ ഹബിൾ ഓൺ-സാഗർ ഇക്വേഷൻ. ഈ ഇക്വേഷൻ പറയുന്നത് ലാംഡ m ഈക്വൽ ടു ലാംഡ 0m മൈനസ് a റൂട്ട് c എന്നതാണ്. ഇതിൽ ഈ a എന്ന് പറയുന്നത് എന്താണ്? ഈ ഗ്രാഫിലുള്ളതിന്റെ സ്ലോപ്പ് ആണ്. ഓക്കെ, a എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ്, അതിന്റെ നെഗറ്റീവ് എടുക്കാൻ കാരണം ഇവിടെ മൈനസ് എന്ന് വരുന്നുണ്ട്. ഇനി റൂട്ട് c എന്ന് പറഞ്ഞാൽ ഈ ഭാഗം, ലാംഡ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം. ഈ ഗ്രാഫിന്റെ താഴത്തെ ഭാഗം സൂചിപ്പിക്കുന്നത് മോളാർ കോൺസെൻട്രേഷൻ ആണ്. ഓക്കെ, ഇനി ഇത് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്, ഇത് നിർബന്ധമായിട്ടും പഠിക്കാം. ഡിബൈ ഹബിൾ ഓൺ-സാഗർ ഇക്വേഷൻ. ഇനി നമുക്ക് ഈ പറഞ്ഞതിൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അഥവാ ലാംഡ 0m എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി. ഓക്കെ, മോളാർ കണ്ടക്ടിവിറ്റി വെൻ കോൺസെൻട്രേഷൻ അപ്രോച്ചസ് 0. ഇതിൽ കോൺസെൻട്രേഷൻ ഉണ്ടല്ലോ, ഇത് 0 ആവുന്ന സമയത്ത് മോളാർ കണ്ടക്ടിവിറ്റിയിലെ വാല്യൂ എന്താണോ അതാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഓക്കെ, ഈ ഗ്രാഫിൽ ഈ ഭാഗത്ത് 0 എത്തുമ്പോൾ ഇതിന്റെ മോളാർ കണ്ടക്ടിവിറ്റി എന്താണ്? ഇതാണ്. അപ്പോൾ ഇതാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഇനി പഠിക്കാനുള്ളത് ആസ് വി ഡൈല്യൂട്ട് എ സൊല്യൂഷൻ, അതായത് നമ്മൾ ഒരു സൊല്യൂഷൻ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ അതിലെ നമ്പർ ഓഫ് അയൺസ് പെർ യൂണിറ്റ് വോളിയം എന്ത് ചെയ്യും? ഡിക്രീസസ്. അപ്പോൾ ഹെൻസ് കണ്ടക്ടിവിറ്റി ഓൾസോ ഡിക്രീസസ്. കണ്ടക്ടിവിറ്റി വിൽ ഡിക്രീസ് വിത്ത് ഡൈല്യൂഷൻ. ഓക്കെ, ഈ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു സംഭവം കണ്ടക്ട് ചെയ്യാം. ഇപ്പോൾ ഇലക്ട്രോഡുകളുടെ ഇടയിലായാലും ഈ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ നമ്മൾ പറയാം കണ്ടക്ടിവിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനി പറയുന്നത് പ്രൈമറി സെൽസും സെക്കൻഡറി സെൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പ്രൈമറി സെൽസിന്റെ പ്രത്യേകത എന്താണ്? സെൽ റിയാക്ഷൻ ഇറിവേഴ്സിബിൾ ആണ്. ഓക്കെ, സെൽ ഇറിവേഴ്സിബിൾ ആണ്. ഈ സെൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ കാണിക്കുക a + b gives c എന്നല്ലേ. ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റിയാലാണ് നമുക്ക് ചെയ്യാൻ പറ്റൂ, റീചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ റിയാക്ഷൻ റിവേഴ്സിബിൾ അല്ല, ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. ഇനി അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇറ്റ് ഈസ് നോട്ട് റീചാർജബിൾ. ഓക്കെ, പിന്നെ സെക്കൻഡറി സെൽസ് നോക്കുകയാണെങ്കിൽ സെൽ റിയാക്ഷൻ ഈസ് റിവേഴ്സിബിൾ. ഓക്കെ, സെൽ റിയാക്ഷൻ ഈസ് റിവേഴ്സിബിൾ, പിന്നെ അത് റീചാർജബിൾ ആണ്. ഓക്കെ, ഇനി ഡ്രൈ സെല്ലിൽ ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് ആണ്. പിന്നെ കാഥോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഠിച്ചോ, കാർബൺ റോഡ് സറൗണ്ടഡ് ബൈ MnO2. ഓക്കെ, MnO2 ആൻഡ് കാർബൺ. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വെച്ചോ. ഡ്രൈ സെല്ലിൽ ആനോഡ് സിങ്ക്, പിന്നെ കാഥോഡ് കാർബൺ റോഡ് സറൗണ്ടഡ് ബൈ MnO2 ആൻഡ് കാർബൺ. പിന്നെ ഇതിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് വരുന്നത് NH4Cl ആൻഡ് ZnCl2 ആണ്. ഓക്കെ, ഇനി വരുന്നത് മെർക്കുറി സെല്ലാണ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ, നേരത്തെ പറഞ്ഞില്ല നമ്മൾ ഈ ഗ്രാഫ് പഠിച്ചല്ലോ, ഇത് മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഗ്രാഫാണ്. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് കോൾറാഷസ് ലോ വെച്ചിട്ടാണ്. ഓക്കെ, കോൾറാഷസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ കോൾറാഷസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾറാഷസ്
law. അപ്പോൾ Correlation's law states that limiting molar conductivity നമ്മൾ ഇങ്ങനെ എഴുതാം. Limiting molar conductivity of an electrolyte is the sum of limiting molar conductivities of cations and anions plus anion. Okay, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ലോ ആണ് Correlation's law. നമ്മൾ പറയാൻ വിടുന്നതാണ്. Okay. Correlation's law states that the limiting molar conductivity of an electrolyte is the sum of limiting molar conductivity of cation and limiting molar conductivity of anion. Okay. പിന്നെ ഈ ലോയുടെ ആപ്ലിക്കേഷൻസ് കൂടെ പഠിച്ചു വെച്ചോ. ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാനും ഉപയോഗിക്കും. അതിന് നമ്മൾ ആൽഫ ആണ് റെപ്രസെന്റ് ചെയ്യുക. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കും. അതിന്റെ ഇക്വേഷൻ വരുന്നത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഡിവൈഡഡ് ബൈ മോളാർ കണ്ടക്ടിവിറ്റി ആണ്. ഇത് പ്രോബ്ലം ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ പഠിച്ചു വെച്ചോ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ നിർത്തിയിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് മെർക്കുറി സെല്ലിന്റെ റിയാക്ഷൻ വരുന്നത് ഇവിടെ നമ്മൾ സിങ്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. Zn പ്ലസ് മെർക്കുറി നമ്മൾ റെപ്രസെന്റ് ചെയ്യുക Hg. അപ്പോൾ സിങ്ക് പ്ലസ് HgO gives ZnO പ്ലസ് Hg. ഇതാണ് ഇതിന്റെ റിയാക്ഷൻ. ഇനി അടുത്തത് ലെഡ് സ്റ്റോറേജ് സെല്ലിൽ ആനോഡ് ആയിട്ട് വരുന്നത് ലെഡ് തന്നെയാണ്, പേരുള്ളോളം തന്നെ. പിന്നെ അതിൽ കാഥോഡ് ആയിട്ട് വരുന്നത് ലെഡ് തന്നെയാണ്, പക്ഷേ അതിന്റെ പേര് പറയും ഗ്രിഡ് ഓഫ് ലെഡ് പാക്ഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ്. ഓക്കെ. ഇനി ഇതിന്റെ ഇലക്ട്രോലൈറ്റ്, ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് സംഭവമാണ് ഇലക്ട്രോലൈറ്റ്. 38% ഓഫ് H2SO4 ആണ്. ഓക്കെ, 38% ഓഫ് H2SO4 ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഓവറോൾ റിയാക്ഷൻസ് പഠിക്കണം. ഇത് നമ്മൾ ലെഡ് ആണ് ഉപയോഗിക്കുന്നത്. ലെഡിന്റെ ഇക്വേഷൻ അറിയാം Pb plus SO4 2 minus gives PbSO4 plus 2 electron negative. ഓക്കെ, അപ്പോൾ ഇതാണ് ആനോഡിലെ റിയാക്ഷൻ. ഇനി ഇതിന്റെ കാഥോഡിന്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ PbO2 എഴുതാൻ സ്ഥലമില്ലല്ലോ, എന്നാൽ നോക്കാം. PbO2 plus 4H plus SO4 2 minus plus 2 electron negative gives PbSO4 plus 2H2O. ഓക്കെ, അപ്പോൾ ഇതാണ് കാഥോഡിലെ റിയാക്ഷൻ. മറ്റേ വെച്ചാൽ മതി, ഇത് കുറച്ച് അധികം ഉണ്ട്. ഇനി ഓവറോൾ റിയാക്ഷൻ നോക്കാമെങ്കിൽ ഓവറോൾ റിയാക്ഷൻ ഈ സൈഡിൽ PbO2 plus 2H2SO4 gives 2PbSO4 plus 2H2O. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് കേസാണ്. ഇനി അടുത്തത് ഫ്യൂവൽ സെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഗാൽവാനിക് സെൽ വിച്ച് കൺവേർട്സ് ദ എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ കമ്പഷൻ ഓഫ് ഫ്യൂവൽസ് ഇൻടു കെമിക്കൽ എനർജി. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്യൂവൽ സെൽ. ഇനി ഫ്യൂവൽ സെല്ലിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H2O2 ഫ്യൂവൽ സെൽ ഉണ്ട്, H2O2 ഫ്യൂവൽ സെൽ. പിന്നെ മീഥൈൻ O2 ഫ്യൂവൽ സെൽ ഉണ്ട്, മീഥൈൻ O2 ഫ്യൂവൽ സെൽ. ഇനി നമുക്ക് H2O2 ഫ്യൂവൽ സെല്ലിന്റെ റിയാക്ഷൻസ് പഠിക്കാം. H2O2 ഫ്യൂവൽ സെല്ലിൽ ആനോഡും കാഥോഡും ഉണ്ട്. ആനോഡ് റിയാക്ഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2H2 plus 4OH minus gives 4H2O plus 4 electron negative. ഓക്കെ, ഇനി ഇതിന് കാഥോഡിന്റെ റിയാക്ഷൻ ഉണ്ടല്ലോ, അതിന് ഈ പറയുന്ന ഈ റിയാക്ടന്റിന്റെ കൂടെ നമുക്ക് O2 ചേർക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് താഴോട്ട് ഇടാം. ഇതിൽ 4 ന് പകരം 2 മതി. അപ്പോൾ 2H2O plus 4 electron negative plus O2 gives 4OH minus. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഓവറോൾ റിയാക്ഷൻ എഴുതുമ്പോൾ ഇതിന് നമുക്ക് ഈ 4 ഇലക്ട്രോണും ക്യാൻസൽ ചെയ്യാം, അതുപോലെ 4OH ക്യാൻസൽ ചെയ്യാം. പിന്നെ നമുക്ക് ഓവറോൾ റിയാക്ഷൻ എഴുതാം 2H2 plus O2 gives 4H2Oയും 2H2Oയും. അപ്പോൾ ഇതിന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാവും. അപ്പോൾ 2H2O. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഫ്യൂവൽ സെല്ലിന്റെ അഡ്വാൻറ്റേജസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പൊല്യൂഷൻ ഫ്രീ അതുപോലെ തന്നെ ഹൈലി എഫിഷ്യന്റ്. അതിന് കാരണം ഇത് റിയാക്ഷന്റെ അവസാനം ഉണ്ടാവുന്ന ബൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ആണ്. അപ്പോൾ നമുക്കത് ഡ്രിങ്കിങ് പർപ്പസിന് ഉപയോഗിക്കാം. ഇനി H2O2 ഫ്യൂവൽ സെല്ലിന്റെ ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണം. ഇങ്ങനത്തെ ഒരു ഡയഗ്രാം ആണ് വരുന്നത്. അത് ടെസ്റ്റ് നോക്കി പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി വള്ളി ട്രൗസർ ഇട്ട് നടക്കുന്ന ഡയഗ്രാം. അതിൽ ഈ സൈഡിൽ നിന്ന് H2ഉം മോളിൽ നിന്ന് H2Oയും ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് O2 വരുന്ന ഡയഗ്രാം അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി വരുന്നത് റെസ്റ്റിംഗ് ഓഫ് അയൺ ആണ്. റെസ്റ്റിംഗ് ഓഫ് അയൺ അഥവാ കൊറോഷൻ. ഇതിന്റെ റിയാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ആനോഡിൽ Fe gives Fe2 plus 2 electron negative. പിന്നെ കാഥോഡിലെ റിയാക്ഷൻ O2 plus 4H plus 4 electron negative gives 2H2O. പിന്നെ ഇതിലെ ഫെറസ് അയൺസ് ആർ ഫർദർ ഓക്സിഡൈസ്ഡ് ടു ഫോം റസ്റ്റ് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. ഇവിടെ ഫെറിക് ഓക്സൈഡ് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Fe2O3.XH2O. ഓക്കെ, Fe2O3 plus XH2O. ഈ X കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാട്ടർ മോളിക്യൂൾ എത്ര വേണമെങ്കിലും വരാനാണ്. ഓക്കെ, റെസ്റ്റിംഗ് ഓഫ് അയൺ ചോദിക്കുകയാണെങ്കിൽ ഈ ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും അത് എഴുതാം. അത് കഴിഞ്ഞിട്ട് പറയാം Fe കൺവേർട്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു, അത് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് അയൺ ആയിട്ട് മാറുന്നു. ഓക്കെ, അതിനാണ് ഈ റെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രിവെൻഷൻ. പിന്നെ ഈ റെസ്റ്റിന് കാരണം എന്താ, ഈ മെറ്റൽ സർഫസ് പോലെ അതായത് Fe പോലത്തെ മെറ്റൽ സർഫസുമേ ഈ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന കൊറോഷൻ സംഭവിക്കുന്നത്. ഇവിടെ ഒരു റിയാക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഓക്കെ, ഈ കൊറോഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുരുമ്പിനെയാണ്. ഓക്കെ, ഇനി ഇത് പ്രിവെന്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. പ്രിവെൻഷൻ നമുക്ക് ആദ്യം വി ക്യാൻ കവർ ദ സർഫസ് വിത്ത് ഓയിൽ ഓർ പെയിന്റ്. ഈ വീടിന്റെ ചില ചാനലുകളൊക്കെ ഉണ്ട്, ഇരുമ്പിന്റെ ചാനലുകൾ. അതിനൊക്കെ നമ്മൾ പെയിന്റ് അടിക്കുന്നു. അതുപോലെ തന്നെ സൈക്കിളിന്റെ ഈ ചെയിൻ ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഓയിൽ അഥവാ ഈസൊക്കെ പറ്റുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന ചങ്ങല തുരുമ്പിടിക്കാനും ഈ പറയുന്ന ചാനൽ കമ്പി തുരുമ്പിടിക്കാനും. സോ അവോയ്ഡ് കൊറോഷൻ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഗാൽവനൈസേഷൻ ചെയ്യാം. ഗാൽവനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടിംഗ് ദ സർഫസ് ഓഫ് അയൺ വിത്ത് സിങ്ക്. അയൺ എന്ന് പറഞ്ഞാൽ Fe, സിങ്ക് എന്ന് പറഞ്ഞാൽ Zn. ഓക്കെ, സിങ്ക് പെട്ടെന്ന് റിയാക്ട് ആയി പോകും. നമുക്ക് ഈ Fe വേണം പ്രൊട്ടക്ട് ചെയ്യാൻ. അപ്പോൾ ഈ Fe ലെയറിന്റെ മുകളിൽ നമ്മൾ Zn കോട്ടിംഗ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും, ആദ്യം Zn റിയാക്ട് ആയി പോകും. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന അയൺ എന്തെങ്കിലും സംഭവിക്കുള്ളൂ. അപ്പോൾ അയൺ പെട്ടെന്ന് തുരുമ്പ് പിടിച്ച് പോകാണ്ടിരിക്കാൻ ഒരു പരിധി വരെ ഈ പറയുന്ന സിങ്ക് സഹായിക്കും. അതാണ് ഈ പറഞ്ഞ ഗാൽവനൈസേഷൻ കോട്ടിംഗ്. ഓക്കെ, ഇവിടെ സിങ്ക് ഒരു ബാരിയർ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഈ മെത്തേഡിനെ ബാരിയർ മെത്തേഡ് എന്നും കൂടെ പറയും. ഓക്കെ, ബാരിയർ മെത്തേഡ്. ഇനി നമ്മൾ പഠിക്കേണ്ടത് 1 ഫാരഡിന്റെ വാല്യൂ ആണ്. 1 ഫാരഡ് ഈസ് ഈക്വൽ ടു 96500 കൂളംബ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കാം. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ പഠിക്കേണ്ടത് റിലേഷൻ കണക്റ്റിംഗ് ഗിബ്സ്
gives energy and cell potentialനെയാണ് നമ്മൾ E0 സെൽ എന്ന് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന്റെ റിലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ ആർ ജി ഈസ് ഈക്വൽ ടു മൈനസ് NF E0 സെൽ. ഓക്കെ, ഇതിനെ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക, ഡെൽറ്റ ആർ ജി ഈസ് ഈക്വൽ ടു മൈനസ് 2.303 RT log Kc. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്, പ്രോബ്ലംസ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. പിന്നെ ഈ log Kc എന്ന് പറഞ്ഞാൽ എന്താണ്? log Kc എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. പിന്നെ എന്താണ് റെസിസ്റ്റൻസ് എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നോ? റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു റോ 1/A. ഈ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ആണ്, അപ്പോൾ ഏരിയ റെസിസ്റ്റൻസിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഏരിയനെ ഡിപെൻഡ് ചെയ്യും. ഇനി ഇതിൽ റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി ആണ്. റെസിസ്റ്റിവിറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റോ ഈസ് ഈക്വൽ ടു റോ A/L. അപ്പോൾ റെസിസ്റ്റിവിറ്റി ലെങ്തിനെ ഡിപെൻഡ് ചെയ്യും, റെസിസ്റ്റൻസ് ഏരിയനെ ഡിപെൻഡ് ചെയ്യും, രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓം സെന്റിമീറ്റർ ആണ്. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരുന്നോ? പിന്നെ കണ്ടക്ടൻസ് ജസ്റ്റ് അറിഞ്ഞിരുന്നോ? അതിന് G എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ G ഈസ് ഈക്വൽ ടു 1/R. റെസിസ്റ്റിവിറ്റിയുടെ ഇൻവേഴ്സ് ആണ് എന്ത്? കണ്ടക്ടൻസ്. R ഇൻവേഴ്സ് എന്നും ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാണെങ്കിൽ കണ്ടക്ടൻസ് ഈസ് ഈക്വൽ ടു KA/L. ഓക്കെ, പിന്നെ ഇതിലേക്ക് K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് കണ്ടക്ടിവിറ്റി ആണ്, സ്പെസിഫിക് കണ്ടക്ടിവിറ്റി, അതൊന്ന് അറിഞ്ഞു വെക്കുക. പിന്നെ ഇതിന്റെ യൂണിറ്റ് ഓം ഇൻവേഴ്സ് എന്നാണ്. ഇനി സ്പെസിഫിക് കണ്ടക്ടിവിറ്റി പഠിച്ചല്ലോ, അതുപോലെ തന്നെ സ്പെസിഫിക് കണ്ടക്ടൻസ് ഉണ്ട്. സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞ ഇൻഡിക്കേഷൻ K ഈസ് ഈക്വൽ ടു GL/A എന്നാണ്. ഓക്കെ, ഇത് അറിഞ്ഞിരുന്നു. പിന്നെ പഠിക്കേണ്ടത് ഫാരഡേസ് ലോ. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ W ഈസ് ഈക്വൽ ടു ZIT. അതിലെ W എന്ന് വെച്ചാൽ മാസ് ഓഫ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഓർ ഡെപ്പോസിറ്റഡ്. ഇവിടെ Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ് ആണ്. അതുപോലെ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് ആണ്. പിന്നെ T എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ. പിന്നെ ഫാരഡേസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ദ എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഓർ ഡെപ്പോസിറ്റഡ് അറ്റ് ആൻ ഇലക്ട്രോഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസിംഗ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഫാരഡേസ് സെക്കൻഡ് ലോ. Faraday's second law states that when same quantity of electricity is passed through different electrolytes, the mass of different substance produced at the electrode are proportional to their equivalent masses. അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ mass of A deposited divided by mass of B deposited is equal to equivalent mass of A divided by equivalent mass of B. Okay, ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയിലോട്ടും ബിയിലോട്ടും സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എയുടെയും ബിയുടെയും മാസ് അതിന്റെ ഇക്വാലന്റ് മാസിനോട് ഈക്വൽ ആയിരിക്കും. ഇനി ഡിസ്കസ് ചെയ്യുന്നത് സെൽ കോൺസ്റ്റന്റിനെ പറ്റിയാണ്. സെൽ കോൺസ്റ്റന്റിനെ നമ്മൾ G വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുക. അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G0 is equal to L/A. L/A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ G0 is equal to R into A എന്നും വരാം. ഈ പ്രാവശ്യത്തെ മോഡൽ എക്സാമിന്റെ പേപ്പർ നോക്കുകയാണെങ്കിൽ ഇതിൽ ചോദ്യം വരുന്നത് a galvanic cell has a cell potential of 1.1 volt. If an opponent potential of 1.1 volt is applied to the cell, what will happen to the cell reaction and the current flowing through the cell? ഇവിടെ 1 വോൾട്ട് സെൽ പൊട്ടൻഷ്യലിന് ഒപ്പോണന്റ് ആയിട്ട് വീണ്ടും 1 വോൾട്ട് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതി നോക്കാം. E0 cell is equal to E cell. ഇതില് ഈ 1.1 വോൾട്ട് മൈനസ് ഈ 1.1 വോൾട്ട്. അപ്പോൾ E0 cell is equal to 0 എന്ന് കിട്ടും. 0 എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ സ്റ്റോപ്പ് ആവും. അപ്പോൾ I is equal to also 0. അടുത്ത ചോദ്യം, ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻടു പ്രൈമറി ആൻഡ് സെക്കൻഡറി ബാറ്ററീസ്. ഓക്കെ, ലെഡ് സ്റ്റോറേജ് ബാറ്ററി, മെർക്കുറി സെല്ല്, നിക്കൽ കാഡ്മിയം സെല്ല്, ഡ്രൈ സെല്ല്. ഇവിടെ മെർക്കുറി സെല്ലും ഡ്രൈ സെല്ലാണ് എന്ത് പ്രൈമറി ബാറ്ററീസ്. അതുപോലെ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയും നിക്കൽ കാഡ്മിയം ബാറ്ററിയാണ് എന്ത് സെക്കൻഡറി ബാറ്ററീസ്. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് അഡ്വാൻറ്റേജ് ഡു ദ ഫ്യൂവൽ സെൽസ് ഗിവ് ഓവർ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി ബാറ്ററീസ്. ഫ്യൂവൽ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊല്യൂഷൻ ഫ്രീ ആണ്, അതുപോലെ തന്നെ ഹൈലി എഫിഷ്യന്റ് ആണ്. ഇനി അടുത്ത ചോദ്യം, എവിടെയില്ല ഇത് വാട്ട് ഈസ് മെന്റ് ബൈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോളാർ കണ്ടക്ടിവിറ്റി വെൻ കോൺസെൻട്രേഷൻ റീച്ചസ് 0 ആണ്. Write the name and statement of the law which used to determine the limiting molar conductivity of the electrolyte. അത് Corrosius law ആണ്. Corrosius law states that limiting molar conductivity is equal to molar conductivity of cation and anion. Okay, പിന്നെ ചോദിച്ചേക്കുന്നത് calculate the limiting molar conductivity of CaCl2. ഇവിടെ വാല്യൂസ് തന്നിട്ടുണ്ട്. Ca2+ വാല്യൂ എത്രയാ? 119 s സെന്റിമീറ്റർ മോൾ ഇൻവേഴ്സ്. അതുപോലെ തന്നെ Cl- 76.3 s സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. അപ്പോൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് CaCl2 എങ്ങനെ വരാ? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Ca2+ പ്ലസ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Cl മൈനസ്. അപ്പോൾ 119 പ്ലസ് 76.3 119 പ്ലസ് 76.3 അപ്പോൾ എത്ര കിട്ടി? 195.2. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.